നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കനിഷ്ക വിമാന ദുരന്തത്തിന് കാരണമായ പ്രത്യയശാസ്ത്രം കാനഡയിൽ ഇപ്പോഴുമുണ്ടെന്ന MP ആര്യചന്ദ്ര പാർലമെന്റിൽ. ഇന്ത്യൻ വംശജനായ കനേഡിയൻ MP ചന്ദ്ര ആര്യ വ്യാഴാഴ്ച കനേഡിയൻ പാർലമെന്റിൽ 329 വ്യക്തികളുടെ ജീവൻ അപഹരിച്ച കനിഷ്ക വിമാന ദുരന്തം എന്നറിയപ്പെടുന്ന എയർ ഇന്ത്യ 182 വിമാനത്തിന് നേരെയുണ്ടായ ദാരുണമായ ബോംബാക്രമണത്തെക്കുറിച്ച് സംസാരിച്ചു. ഈ ഭീകരാക്രമണത്തിന് പിന്നിലെ പ്രത്യയശാസ്ത്രം കാനഡയിലെ വളരെ കുറച്ചാളുകൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ആര്യ ചൂണ്ടിക്കാട്ടി. ഖാലിസ്ഥാനി വിഘടനവാദികൾ നടത്തിയ 1985 കനിഷ്ക വിമാന ബോംബാക്രമണത്തിൻ്റെ 39ാം വാർഷികം ആഘോഷിക്കുന്ന ജൂൺ 23 എല്ലാവരോടും അനുസ്മരണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൊല്ലപ്പെട്ട ഖാലിസ്ഥാനി ഹർദീപ് സിംഗ് നിജാറിൻ്റെ 1ാം ചരമവാർഷികം കാനഡ പാർലമെന്റ് ഹൗസ് ഓഫ് കോമൺസിൽ ഒരു നിമിഷം മൗനം ആചരിച്ചതിന് പിന്നാലെയാണ് ആര്യയുടെ അഭിപ്രായ പ്രകടനം. വേനൽ ചൂട് തുടർന്നാൽ വൈദ്യുതി വിലയ്ക്ക് വാങ്ങേണ്ടി വരുമെന്ന് ഓന്റാരിയോ. വേനൽ കടുക്കുകയും വൈദ്യുതി ഉപഭോഗം ക്രമാതീതമായി ഉയരുകയും ചെയ്താൽ ഓന്റാരിയോയിലെ പ്ലാന്റുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി തികയാതെ വരുമെന്നും കൂടുതൽ വൈദ്യുതി വിലയ്ക്ക് വാങ്ങേണ്ടി വരുമെന്നും ഓപ്പറേറ്റർമാർ അറിയിക്കുന്നു. സാധാരണ കാലാവസ്ഥയിൽ ഉപയോഗിക്കാനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പ്ലാന്റുകൾ സജ്ജമാണെന്നും വേനൽ ചൂടിൽ ഉയരുന്ന ഉപഭോഗം നിയന്ത്രിക്കപ്പെടണമെന്നും ഓന്റാരിയോയിലെ വൈദ്യുതി ഉത്പാദകർ ആവശ്യപ്പെടുന്നു. സുരക്ഷാ ഭീഷണി. കാനഡ ദിന പരേഡ് റദ്ദാക്കി മോൺട്രിയൽ. സുരക്ഷാ മുൻകരുതലുകളുടെ അഭാവം മൂലമാണ് പരേഡ് റദ്ദാക്കുന്നതെന്ന് സിറ്റി ഭരണകൂടം അറിയിച്ചെങ്കിലും കഴിഞ്ഞ 15 വർഷമായി മുടങ്ങാതെ തുടരുന്ന പരേഡ് റദ്ദാക്കിയതിൽ കടുത്ത നിരാശയിലാണ് മോൺട്രിയൽ നിവാസികൾ. വർദ്ധിച്ചു വരുന്ന വംശീയ വേർതിരിവും ജനാധിപത്യത്തിന് നേരെയുണ്ടാകുന്ന ഭീഷണിയും കനത്ത സുരക്ഷ ആവശ്യപ്പെടുന്ന ചടങ്ങാക്കി മാറ്റിയ പശ്ചാത്തലത്തിലാണ് കാനഡ ജൂലൈ 1 നടക്കാനിരുന്ന കാനഡ ദിന പരേഡിന് അനുമതി നിഷേധിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. വരാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന്റെ കണ്ണാടിയാവും ടൊറന്റോ ഉപതെരഞ്ഞെടുപ്പെന്ന് ജസ്റ്റിൻ ട്രൂഡോ. ടൊറന്റോ സെന്റ് പോളിസിൽ തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ട്രൂഡോയുടെ അഭിപ്രായ പ്രകടനം. വളരെ കാലമായി ലിബറൽ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന സെന്റ് പോളിസിൽ ഏകദേശം 3 പതിറ്റാണ്ടുകളായി ലിബറലുകളാണ് വിജയിച്ചു പോരുന്നത്. ശക്തി ദുർഗത്തിൽ ലിബറലുകൾക്ക് ഏൽക്കുന്ന ഏതു തിരിച്ചടിയും ഭരണ ട്രൂഡോ വിരുദ്ധ വികാരമായി വിലയിരുത്തപ്പെടുമെന്നും അടുത്ത ടേമെന്ന ട്രൂഡോയുടെയും ലിബറലുകളുടെയും ലിറ്റ്മസ് ടെസ്റ്റ് ആകും ടൊറന്റോ ഉപതെരഞ്ഞെടുപ്പെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. ഗോളി ആഞ്ഞു ശ്രമിച്ചിട്ടും 2 ഗോൾ വലയം ഭേദിച്ച് കാനഡ കടന്നു. കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരത്തിൽ കാനഡ 2-0 അർജന്റീനയോട് തോറ്റു. തകർപ്പൻ സേവുകളിലൂടെ കാനഡയെ കളിയിൽ പിടിച്ചു നിർത്തിയ ഗോൾ കീപ്പർ മാക്സിം ക്രപ്യൂ 3 തവണ മെസ്സിയെ തടുത്തിട്ടെങ്കിലും അപ്രതിരോധമായി ചീറിപ്പാഞ്ഞു വന്ന 2 ബോളുകൾ ക്രപ്യൂവിനെ കബളിപ്പിച്ചു കടന്നുകയറി. 1ാം റാങ്കിലുള്ള അർജന്റീനയും 48ാം റാങ്കിലുള്ള കാനഡയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പൊരുതിയെങ്കിലും മെസ്സിയുടെ പട അന്തിമ വിജയം കരസ്ഥമാക്കി. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.